ഉയ്യോ, ഇന്നിവിടെ നല്ല മഴയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അടിപൊളി മഴ. നമ്മുടെ നാട്ടിലെ ഇതേ സെറ്റപ്പ് ഉണ്ട് ഈ ബസ് സ്റ്റോപ്പിലൊക്കെ പൈപ്പ്, പക്ഷെ അത് ഒരെണ്ണേ വയ്ക്കൂ. ഈ സിസ്റ്റം കൊണ്ടുപോകാം കേട്ടോ. നിങ്ങൾ ഒരു പൈപ്പ് എന്നുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു പൈപ്പും കൂടി ഇട്ടിട്ട് നടുക്ക് ഒരു ചെറിയ 2 പീസ് വെച്ചാൽ മതി. വലിയ ചിലവുള്ള കാര്യമൊന്നും അല്ല, ഇതൊക്കെ ചെറിയ പൈസക്ക് നിങ്ങൾക്ക് മുക്കാനുള്ള എമൗണ്ട് അതിൽ നിന്ന് കിട്ടുമല്ലോ. എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യടേ. ഉയ്യോ, ഇന്നിവിടെ നല്ല മഴയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അടിപൊളി മഴ. കാണിച്ചു തരാം. ഇത് വെള്ളമൊക്കെ കെട്ടി നിറഞ്ഞു ഇവിടെ എല്ലാം കണ്ടോ. അയ്യോ, വെള്ളക്കെട്ടായല്ലോ ഇവിടെ എല്ലാം. ഇവിടുത്തെയൊക്കെ പ്രശ്നം ഇല്ല, ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം എങ്ങോട്ടും പോകത്തില്ല കേട്ടോ. ഡ്രെയിനേജ് സിസ്റ്റം വളരെ മോശമാണ്. ഓക്കെ, ഹലോ. അങ്ങനെ ഞങ്ങളുടെ 3 ദിവസത്തെ അവധിയിൽ 2ാമത്തെ ദിവസമാണ്. ആദ്യ ദിവസം അതും കടന്നു പോയി കേട്ടോ. നിമിഷങ്ങൾ കൊണ്ട് ഒരു ദിവസമൊക്കെ അങ്ങ് ഓടിപ്പോയി, പടാന്ന് തീർന്ന ഒരു ദിവസം. ഇന്നലെ വൈകിട്ട്, അതായത് ആദ്യ ദിവസം, അവധി ദിവസത്തെ ആദ്യത്തെ ദിവസം, ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഒരു എന്താ പറയുക, ഒന്ന് പോയി ക്രിക്കറ്റ് കളിച്ചാലോ എന്ന് ആഗ്രഹിച്ചിട്ട് പോയി ക്രിക്കറ്റ് കളിക്കാൻ പോയി. ഞങ്ങൾ 5-6 പേരേ ഉള്ളൂ. പോയി ഒന്ന് കളിച്ചു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. ഈ ശരീരമൊക്കെ അനങ്ങാതിരുന്നിട്ടേ ഒന്ന് അനങ്ങിയപ്പോൾ കയ്യും കാലും ഒക്കെ എന്തൊരു വേദന. അങ്ങനെ കിടന്നുറങ്ങിയ ഞാൻ രാവിലെ ഒരു ഒച്ച കേട്ടാണ് ഉണരുന്നത്. ആ ഒച്ച എന്താണെന്നറിയോ? നല്ല കനത്ത മഴ, ഭയങ്കര മഴയായിരുന്നു. രാവിലെ അടിപൊളി മഴയൊക്കെ പെയ്തിട്ട് അത്യാവശ്യം ഭയങ്കരമെന്ന് വെച്ചാൽ അങ്ങ് നമ്മുടെ നാട്ടിൽ പെയ്യും പോലല്ല, ഇവിടെ ഭയങ്കരമെന്ന് പറയാം. ആ ഒരു രീതിയിൽ അങ്ങനെ വെള്ളം കിടക്കുന്നുണ്ടോ കെട്ടി. അപ്പോൾ ഇത് ഇങ്ങനൊരു മഴ ഇവിടെ ഒന്ന് പെയ്തിട്ടുണ്ട്. പിന്നെ ആ കണ്ട വണ്ടി ഉണ്ടല്ലോ, വലിയൊരു ലോറി, അത് ഈ വേസ്റ്റ് നമ്മൾ ഡസ്റ്റ്ബിന്നിലിട്ട് വെച്ചിരിക്കുന്ന വേസ്റ്റൊക്കെ കളക്ട് ചെയ്യാൻ വരുന്ന വാഹനമാണേ. അത് അവിടെ വേസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് താഴെ പോയി ഒന്ന് നോക്കിയാലോ, ഓടും. പിന്നെ ഈ വെള്ളമൊക്കെ എങ്ങനെ ഉണ്ട്. ഇവിടെ അത് ചെറിയ മഴ മതി വെള്ളം കെട്ടാൻ. നമുക്ക് നോക്കാം എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന്. വാ, വരുന്നാ. ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോയിട്ട് വരാം. വരുന്നാ? ആ, എന്നാ ഓഫ് കോഴ്സ്. നമ്മുടെ പാൻറ് നിന്റെ തുണി ഇല്ലായിരുന്നോ ഇതിപ്പോ മഴ പെയ്ത് വെള്ളം നനഞ്ഞ്? ഇല്ലയുണ്ട്, അവിടെ കിടന്നാ മതിയാ. തറയില്ലെന്ന് തോന്നുന്നില്ല. എന്നാ അവിടെ കിടക്കട്ടെ, ഉണങ്ങുമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോവാം. ഞങ്ങൾ 2 പേരോട് ഒന്ന് പുറത്ത് പോയി മഴയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കി വെച്ച് വരട്ടെ. പരിചയമുള്ള 2 ഇവിടെ നിൽക്കുന്ന കേട്ടോ. രാവിലെ വന്ന് ഉറക്കത്തിൽ നിന്ന് കണ്ണ് ഇറങ്ങി വന്ന് നിങ്ങള് എന്നാലും ചോദിക്കുന്നുണ്ടാ എല്ലാവരും എനിക്ക് ടൈം ലേറ്റ് ആണ് റീപ്ലൈ തരാൻ. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഈദ് മുബാറക്ക്. അങ്ങനെയുണ്ട്, എനിക്ക് വലിയ പരിചയമൊന്നും ഇല്ല, അതുകൊണ്ടാ. എല്ലാവർക്കും ഈദ് മുബാറക്ക്. ആയിക്കോട്ടെ. പിന്നെ നിങ്ങൾ എന്താ പരിപാടി ഉദ്ദേശിച്ചിരുന്നത്? ഇന്നോ? ഇവിടെ വന്ന് ഇപ്പൊ വായി നോക്കിക്കൊണ്ട് എന്നില്ലേ റോഡിലോട്ട്? ഇവിടെ ആരോ വായി നോക്കാനോ? അല്ല, ആരെയും വായി നോക്കിയെന്നല്ല, നമ്മളിങ്ങനെ വെറുതെ വിജനമായിട്ട് കിടക്കുന്നിടത്തോട്ട് വെറുതെ നോക്കിയെന്നാലും അതിന് വായി നോട്ടെന്ന് പറയാം. നമ്മൾ നോക്കുന്നത് ബ്യൂട്ടി പാർലർ വേണ്ടി ഇപ്പോഴേ സംസാരിച്ചു. ഇപ്പൊ എഴുന്നേറ്റ് വന്നുള്ളൂ. കഴിച്ചോ? കാപ്പി കുടിച്ചോ? കാപ്പി കുടിച്ചു. ഇന്ന് കഴിച്ചാ? ഓക്കേ. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞങ്ങള് ഇങ്ങനെ ഇരുന്നപ്പോ ഞാൻ രാവിലെ മഴ പെയ്ത സ്ഥിതിക്ക് മഴ പെയ്ത് നമ്മുടെ ഈ യജമാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് വീഡിയോ കാണുന്നവരുണ്ടല്ലോ, അവർക്ക് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. മഴ തോർന്നല്ലോ. അയ്യോ, വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഞങ്ങള് അജുമ.
പിന്നെ ഇനി ഇവിടെ നമുക്ക് ലുലു മാളുണ്ട്, ലുലു മാളുണ്ട്, നെസ്റ്റോ മാളുണ്ട്, ഗ്രാൻഡ് മാളുണ്ട്, സിറ്റി സെന്റർ ഉണ്ട്. പിന്നെ ഏതാള് എന്തൊരു മാള്? നമുക്ക് നാട് 3ക്ക് പോയാലോ? എവിടെ പോവാൻ? ആട് 3. ആട് 3ക്ക് അതൊരു ശരിയാ കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അതിന്? ചോദിച്ചു എല്ലാത്തിനെയും കുത്തിപ്പൊക്കിക്കൊണ്ട് പോവാ. എല്ലാ ടീമൊന്നും വരൂല. നമുക്ക് റിവ്യൂ നോക്കാം. സൗണ്ട് കുറവാന്ന് പറയുന്നുണ്ട് ആ തിയേറ്ററിൽ. സൗണ്ട് ഇവിടെ അത് ഇവിടുത്തെ എല്ലാ തിയേറ്ററിലും നമ്മുടെ നാട്ടിൽ അത്ര ഒരു സുഖമൊന്നുമില്ല. സിറ്റി സെന്ററിൽ പക്ഷേ ദുബായ് മാളുള്ള സിറ്റി സെന്റർ, ബുർജ് മാൾ അല്ലെങ്കിൽ ദുബായ് മാള് അല്ലെങ്കിൽ ബുർജ് മാൾ. ഇങ്ങനെ ചാടി കിടക്കും, അതിലേ പോവാ. ഫുള്ള് വെള്ളമാണ് കേട്ടോ, വെള്ളം കെട്ടി കിടക്കും. ഈ വെള്ളം പ്രശ്നം വേറൊന്നുമല്ല, ഇത് ഈ വെള്ളം അത്ര നല്ല വെള്ളമല്ല. മഴ പെയ്ത് ഡയറക്റ്റ് വീണ് കിടക്കുന്നെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇവിടുത്തെ ഡ്രെയിനേജുകളിൽ നിന്നൊക്കെ ഉള്ള എല്ലാം കൂടെ ഒക്കെ എക്സിറ്റ് ആവുമേ ഈ വെള്ളത്തിൽ. വെള്ളത്തിൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത വെള്ളമാണല്ലേ. നമുക്ക് വിശ്വസിച്ച് കഴുത്ത് ഞാൻ ഉള്ളട്ടാടാ. ഇത് ആ കാണുന്ന എന്തുവാ? അത് പള്ളിയുടെ മേൽഭാഗമാണോ? പള്ളിയുടെ മിന്നാരോ അല്ലടാ, കാർത്തുമ്പി എണിച്ചു ഓടിക്കണം. മിനാരം മിനാരല്ലേ? നമുക്ക് പറഞ്ഞ ശീലമില്ലാത്ത നമ്മളൊക്കെ ഇത് ഡെയിലി പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ല എനിക്കും പറ്റിയുടെ അവത്തം, നിന്റെ അവത്തം ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്കും പറ്റുപടി അവത്തം. ഓ തിരിച്ചു പോകണോ? ഫോൺ അവിടെ ഫോൺ അതെന്താ അങ്ങനെ തോന്നിയ തിരിച്ചു പോവാ? ഞങ്ങൾ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. അതെ, നിങ്ങളുടെ മുമ്പിൽ അതെ, അത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നടക്കാത്തല്ലേ. അതല്ലേ നമുക്ക് ഒപ്പം നടക്കാനാണ്. അതെ, ഒപ്പം നടക്കാനാണ് ഇഷ്ടം. ഞങ്ങളെ നിങ്ങൾക്ക് കാണാവോ? ഈ ബിൽഡിങ്ങിനകത്ത് ആളുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. ഞങ്ങൾ വന്ന് ഞങ്ങളെ തന്നെ ഞങ്ങളിങ്ങനെ കണ്ട് നോക്കട്ടെ. ഞാൻ അകത്തിരിക്കുന്നവരിപ്പോ ഇരുന്ന് പറയായിരിക്കും ഇവന്മാർക്ക് എന്തിന്റെ കേട്. ഓ വണ്ടി നിന്ന്. അടാ രഹസ്യം പറയാതെ രഹസ്യം. നല്ല പ്രേക്ഷകർക്ക് അങ്ങനത്തെ പാട്ട് ശരിയല്ല കേട്ടോ, പാട്ട് ശരിയല്ല. അതുകൊണ്ട് കൊടുങ്ങിന്റെ ഒരു പാട്ടാണല്ലോ. ഉണ്ടാക്കിയ പാട്ടാണ്. പണി കഴിഞ്ഞപ്പോഴത്തേക്കും മണ്ണ് കയറിയ മണ്ണ് തട്ടിയത് ചിലപ്പോ കാറ്റത്ത് വന്ന് കിടന്നാൽ മണ്ണ് ഇവിടെ ഇട്ടിരുന്ന കാറ്റ് വന്നപ്പോ പറഞ്ഞു വരികയാണ്. ഇത്രയും പാർക്കിംഗ് ആണോ അവിടെ? കണ്ടോ, അത് പാർക്കാണ്, പക്ഷെ അത് ലേഡീസ് പാർക്കാണ് കേട്ടോ. ഈ ജെൻസിന് പാർക്കൊന്നും ഇല്ലൂടെ ഇവിടെ? ലേഡീസിന് പാർക്കുണ്ട്, ജെൻസിനുണ്ടോ? ജെൻസിന് ആരും ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് ലേഡീസിനായിട്ട് ഒരു ഗവൺമെന്റിനും ഗവൺമെന്റ് ജെൻസിന് ആവശ്യമില്ല. ശരി, ആവശ്യമില്ല. നമുക്ക് ജെൻസിന് ആവശ്യമുള്ളതല്ല ഇതാ കിടക്കും. അതെ, ജെൻസിന് ആവശ്യമുള്ളതാണ് ഈ കിടക്കുന്നത്, ഈ കാണുന്ന ഈ എല്ലാം ജെൻസിന് ആവശ്യം. അതെ അതെ. ഇതിനകത്ത് കയറിയാലോ? ഈ റൗണ്ട് ബോട്ടിന്റെ ഇതില് ഇത് പുല്ല് നട്ടേക്കുന്നില്ലേ? അത് കയറാൻ പറ്റും. വഴിയുണ്ട്, പുല്ലില് ചവിട്ടാൻ പാടില്ല. ലേഡീസ് പാർക്കിൽ ഇപ്പൊ അമ്മ കയറിയപ്പോ എന്താ ലേഡീസ് ഉണ്ട്, ഫാമിലി ആയിട്ട് കയറാം. നേരത്തെ ലേഡീസ് മാത്രമായിരുന്നു. ഓ, അപ്പം മാറ്റി തരാം. കഴിഞ്ഞ വർഷം അതില്ല. ഇല്ല, ഇപ്പൊ ആണുങ്ങൾ ആക്കിയതാ. ക്രിക്കറ്റ് കളിച്ചിട്ട് എനിക്കും അതും ഇവിടെ മസിലൊക്കെ വേദനയുണ്ട്. ഈ ചെരുപ്പ് നോക്കി ഞാൻ കണക്കുണ്ട്. അപ്പൊ ചെറുതായിട്ട് ഓടാ, അപ്പൊ ശരിയായിക്കോളും. അങ്ങനെ ഇതാക്കുന്നുണ്ട്, അവന് ബുദ്ധിമുട്ടുണ്ട്, അത് നീ മനസ്സിലാക്ക്. പോകുന്ന എനിക്ക് നമുക്ക് വൈകുന്നേരം ഇറങ്ങാം. വൈകുന്നേരം നമുക്ക് പോയിട്ട് വരാം. ഇതാ വഴി ഇതായിരിക്കും. അവന്റെ ഇവിടെ നിന്ന് അപ്പുറത്ത് പോയി ചാടിയാൽ നമ്മൾ
അപ്പുറത്ത് പോയി ചാടാം. ഏതിലും കൂടെ പെട്രോൾ പമ്പിന്റെ അവിടെ പോയി അറിയാലോ. ഇവനറിയാത്ത വഴിയില്ല, ഇവനറിയാത്ത സ്ഥലമില്ല. വണ്ടി വന്ന സ്ഥലം കണ്ടോ? ആ ശരിയാ ശരിയാ. അതുകൊണ്ട് ഇത് വല്ല പാർക്കാണല്ലേ? പള്ളി എത്തി. ഓക്കെ. അയ്യോ അവൻ പറഞ്ഞ പോലെ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചിട്ടേ അമ്മച്ചി എനിക്ക് എൻ്റെ കാലും തുടയൊക്കെ വേദന എടുക്കും. എനിക്ക് വേദന ഒന്നുമില്ല. വാ റോഡ് ചാടാം. അയ്യോ ആരെ റോഡിൽ കൂടെ ആണല്ലോടാ നടക്കുന്നേ. ആ അത് തന്നെ. അയ്യോ ചാടിക്കടന്ന് ഇവിടെ എല്ലാ റോഡിന്റെ പണി നടക്കുന്നുണ്ട്. ചായ വേണോ? ചായ വാ ചായ കുടിക്കാം. എവിടെ കിട്ടുമോ? ചായ ചായ സുലൈമാനി എന്താ വെച്ചാൽ ഇഷ്ടമുള്ള. എടാ ഈ വണ്ടികളെല്ലാം കൂടെ ഇട്ട് ഇവിടെ ബ്ലോക്ക് ആക്കിയടാ. നമ്മള് കുടുങ്ങിയോ? നമുക്ക് നടക്കാണ്ട് സ്ഥലമുണ്ട്. ഇവർക്കെല്ലാം പെരുന്നാൾ അവധിയാണോ? വാ പെരുന്നാൾ അവധിയാ. എന്തോരം മുട്ടൻ വണ്ടികളാണ് കിടക്കുന്നല്ലേ. ഓരോ ടയറിന്റെ വലിപ്പം എന്നാ ടയറാ. അങ്ങനെ നമ്മൾ കുടുങ്ങി. ഇതാ ഇവിടെ വെച്ച് അമ്മ JCB ഇട്ട് ബ്ലോക്ക് ചെയ്തു. ഇല്ല കിടക്കും നമ്മൾ ഇതിലേക്ക്. എൻ്റെ അമ്മ ഈ ഒരു റൗണ്ട് ബോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമുണ്ട് അത്. അവിടെ കയറായിരുന്നല്ലോ. ഇങ്ങോട്ട് വരുമ്പം കയറാട്ടാ. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം അല്ലേ. റീൽസൊക്കെ എടുക്കാം. നല്ല ഡാൻസ് കളിക്കുന്ന പിള്ളേർക്കൊക്കെ അവിടെ വന്ന് റീൽസൊക്കെ എടുത്താൽ നല്ല രസമായിരിക്കും. അറിയില്ല. അയ്യോ മഴ തുടങ്ങുന്നേ. ഈ വെള്ളം കെട്ടി കിടക്കുന്നൊക്കെ വെള്ളം കെട്ടി കിടക്കണ കാറൊക്കെ. ഒരു ചെറിയ മഴ, വളരെ ചെറിയൊരു മഴ പെയ്തപ്പോൾ ഉള്ള അവസ്ഥ ഇത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം വേണ്ട, 2 മണിക്കൂർ നിന്നാൽ മതിയല്ലേ ഇവിടെ മുങ്ങാൻ. ഒരു മണിക്കൂറോ 2 മണിക്കൂറൊക്കെ നല്ലപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മുങ്ങും. ഇതാണ് വെള്ളം കണ്ടോ. ആ കുറച്ച് ദിവസത്തേക്ക് മഴ കാണുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നെന്ന് പറയപ്പെടുന്നു. നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അങ്ങനെ മഴ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മിക്കവാറും ഇവിടെയൊക്കെ വെള്ളം കയറി ആകെ. ഞാൻ വിചാരിച്ചു വെള്ളം അടിച്ച് തെറിപ്പിക്കുമെന്ന്. ഈ വഴിയേ നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന വഴിയില്ലേ, ഇതിങ്ങനെ എനിക്ക് എപ്പോഴും ഓർമ്മയിരിക്കത്തില്ല. തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കണ്ടത് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ. എനിക്ക് അങ്ങനെയാ കുറേ പ്രാവശ്യം വന്നാലേ ഓർമ്മ കിട്ടും. ആ കാണുന്ന മൊത്തം ലേഡീസ് പാർക്കാണ് ഗൈസ്. നിങ്ങൾ കാണുന്ന സ്ഥലങ്ങൾ ഏതാ? ആ ബ്ലാക്ക് അല്ലേ? അവിടെ തിയേറ്റർ. ഈ ലൈനിൽ ഏറ്റവും എൻഡില് തിയേറ്റർ. അവിടെ തിയേറ്റർ അല്ലേ? തിയേറ്ററും ഓഫീസും കുറേ ഓഫീസുണ്ട്. ചൈന ഷോപ്പൊക്കെ അങ്ങനെ ഒരു ബിൽഡിംഗ് പണിയുന്നെങ്കിൽ നമുക്ക് പണിക്ക് പോകാണ്ട വീട്ടിലിരിക്കായിരുന്നു. അത് ശരിയല്ലേ? അതുപോലെ ഒരു ബിൽഡിങ് നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ മാസമോ എന്തോരം പൈസ. ഇവിടെ എന്തൊരു റെന്റ് അല്ലേ? ഇവിടുത്തെ റെന്റ് ഭയങ്കരമാണ് ഗൈസ്. ക്യാമറയോ? ഏതൊക്കെയോ ക്യാമറകൾ നമ്മളെ നോക്കുന്നുണ്ട്. നമ്മുടെ ക്യാമറ അവരെ നോക്കുന്നു. വാട്ട് ഈസ് ദിസ്? റോഡ് ക്രോസ് ചെയ്യാം ഗൈസ്. അയ്യോ ആ ഓക്കെ. ഈ കാണുന്നതാണ് അൽ റഷിദിയ പാർക്ക്. ഇവിടെ ഇതില്ലേ ഫോർ ലേഡീസ്. എഴുതിയും വെച്ചിട്ടുണ്ട് ഫോർ ലേഡീസ്. അങ്ങ് പോണോ? അതിലേക്ക് പോവാവോ? പോവാ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ആണ്. കയറാൻ പറ്റില്ല. അച്ഛൻ കയറണമെങ്കിൽ ലേഡീസ്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഉണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള എന്തൊക്കെയോ ഉണ്ട്. കളിക്കാൻ്റെ ഒക്കെ ഉണ്ട്. ഷോപ്പുണ്ട്, ചായ ഷോപ്പ്, കഫ്റ്റീരിയ ഉണ്ട്, ഐസ്ക്രീം ഷോപ്പുണ്ട്, ചോക്ലേറ്റ് ഷോപ്പുണ്ട്, ചോക്ലേറ്റ് ഷോപ്പുണ്ട്, ഐസ്ക്രീം ഷോപ്പുണ്ട്, എല്ലാ ഷോപ്പും ഉണ്ട് സംഭവം. പക്ഷേ കൊള്ളാം ഇത്. നല്ല ഇതിനകത്ത് കയറിയേ ഈ ഭാര്യ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഇനി എന്താ പറയുക ലവേഴ്സോ അങ്ങനെ. അതെ ലവ് ബേർഡ്സ്, കപ്പിൾസ്. അതെ. അപ്പോൾ അവർക്കൊക്കെ വന്നിരുന്നത് നല്ല രസമല്ലേ അവിടെ കാണാൻ അല്ലേ? ഈ മരത്തിന്റെ ചോട്ടിൽ കോശപ്പുറത്ത് ഇവിടെ വന്നിരുന്ന കഥകൾ പറയാൻ. അതെ കഥകൾ പറഞ്ഞു പ്രണയങ്ങൾ പങ്കിടാനല്ലേ? അതെ അതെ. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് കുറെ ഓർമ്മകളൊക്കെ വരും. പ്രണയിനിക്ക്
ആ അതെ, ലവേഴ്സ്. ലവേഴ്സ്. നമുക്ക് ഓർമ്മകളൊന്നും വരില്ല. അയ്യോ അയ്യോ. ഇവിടെയുള്ള മരങ്ങളൊക്കെ കാണുമ്പോൾ ആ ചീലാന്തി അല്ലേ? ആര്? ചീലാന്തി മരല്ലേ അത്? എനിക്കറിയത്തില്ല. നമ്മുടെ കുളത്തിന്റെ കരയിലൊക്കെ നിൽക്കുന്ന അതാണോ ഒരു നല്ല ചീലാന്തി മരം ഉണ്ടല്ലോ, കാട്ടിലൊക്കെ കൊടുക്കുക. നമുക്ക് ചോദിച്ചു നോക്കാം. ഇതെന്ത് മരമാണ് ഗൈസ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ചീലാന്തി എന്ന് ഇവൻ പറയുന്നു, എനിക്കറിയത്തില്ല. കണ്ടോ, ഇതാണ് ആ മരം. ആരെങ്കിലും എന്തെങ്കിലും ഒരു ചീലാന്തിന്റെ പോലത്തെ മരമാണ്. ആ ഇതിലെന്തോ കായൊക്കെ ഉണ്ടല്ലോ. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാവുമായിരിക്കും. എന്താ ഒരു തരം കായൊക്കെ അത് പിടിച്ച് പോണ്ട് കണ്ടോ, എന്താണെന്നറിയത്തില്ല. ഇവൻ പറയുന്നത് ചീലാന്തി എന്നൊക്കെ, എനിക്കറിയത്തില്ല. യു ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അല്ലല്ലേ, അതെന്താണെങ്കിലും ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർ കമൻറ്റ് ചെയ്യും. ഫ്ലൈറ്റ് ആണോ പോണേ, യുദ്ധവിമാനമാണോ പോകുന്നത്, മറ്റേ മിസൈലും വല്ലതും ആണോ പോകുന്നത്? അതൊക്കെയോ ഒച്ചയും ബഹളവും കേൾക്കുന്നുണ്ട്, നമുക്കറിയില്ല. പക്ഷെ മഴ പെയ്താൽ പാർക്കും കോമഡിയാണ് കേട്ടോ, വെള്ളം കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ, ഈ മഴ പെയ്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക തണുത്ത കാറ്റ്, പിന്നെ വെയിലില്ല. സൂര്യനെ ഇതുവരെ ഉറക്കം എഴുന്നേറ്റിട്ടില്ല. അതുള്ളത് കൊണ്ടും എന്തല്ലടാ അവൻ പറഞ്ഞോണ്ട് പോയത്, എനിക്കൊന്നും മനസ്സിലായില്ല. ഹ്ലാ ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ചെറിയ കാര്യമായിരുന്നു വലിയ കാര്യമാക്കി ഭയങ്കര. അവിടെ വന്നിട്ട് ഒരു ദിവസം വന്നിട്ട് വീഡിയോ എടുത്ത് നല്ല ഭംഗി. അവിടെ ചെടികള് പൂക്കളും. ഇത് ഇനി നമ്മളിങ്ങനെ നടന്നേ നമ്മുടെ റൂമിന്റെ ഏതെങ്കിലും ഏരിയയിൽ എത്തുമോ, അതോ ഒരുപാട് ദൂരെ എങ്ങനെയും ആയി പോവോ? ഇല്ല, റൂമിന്റെ ഇല്ല, തിരിച്ച്. ഇതിന്റെ പേരെന്താ? ഇത് കറങ്ങണ ചക്രം. അതിനൊരു പേര് പറയും, ഞാൻ മറന്നും പോയി. അയ്യോ എന്തോ ഇത് കുട്ടികളൊക്കെ ജൈന്റ് വീല എന്തോ പറയൂ ഇതിന്, കുട്ടികളൊക്കെ കൊണ്ട് കറക്കുന്ന സാധനം. അത് കൊള്ളാം കേട്ടോ, നല്ലതാ. പക്ഷെ ഭയങ്കര അപകടം പിടിച്ചായിട്ട് വാ. ഇത് മെല്ലെ കറങ്ങുള്ളൂ. ആണോ? എന്നാ കുഴപ്പമില്ല. ജുമേറയിലുണ്ട്, ജുമേറയിൽ ഇതിൽ വലുതുണ്ട്. ഒരു ഇതിൽ 50 പേർക്ക്, 50 100 പേർക്ക് ഇരിക്കാം. അത് മെല്ലെ കറങ്ങുള്ളെങ്കിൽ കുഴപ്പമില്ല. കറങ്ങി തീരുമ്പോഴത്തേക്ക് 2 മണിക്കൂറാകും. അപ്പോഴത്തേക്ക് ഒരു പ്രോഗ്രാം അവിടെ എന്തെങ്കിലും വെച്ച് നടത്താം, മീറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഷേക്കിൻ്റെ ഒക്കെ താമസിക്കുന്ന സ്ഥലവും കാര്യം വരുന്നത്, അതുകൊണ്ട് നമുക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ പാർക്കിൻ്റെ ചുറ്റുമുള്ള റോഡാണിത്. ഇവിടെ ഉള്ള വേറൊരു പ്രശ്നം, ഒരു സൈഡിൽ രാജാവിൻ്റെ എന്തോ ഒരു ഗസ്റ്റ് ഹൗസോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. അതെ. അപ്പോൾ നമുക്ക് പാർക്ക് ശരി. അപ്പോൾ നമുക്ക് ആ സ്ഥലമൊന്നും വീഡിയോ എടുക്കാൻ പാടില്ലായിരിക്കണമല്ലോ അല്ലേ? അങ്ങനെ നമ്മൾ കരുതി നമ്മൾ എടുക്കുന്നില്ല. പിന്നെ പാർക്കിനൊക്കെ എടുക്കാമായിരിക്കുമല്ലേ, ഇവിടെ ആരുമില്ല, അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നു നമ്മൾ എന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. എക്സസൈസ് എടുക്കാം. ഇവൻ പറയണു, ഓ മൈ ഗാഡ്, കാണൂ, എക്സസൈസ് നടന്നു വന്ന് നമുക്ക് എക്സസൈസ് ചെയ്യാനുള്ള മെഷീൻ എല്ലാവരും ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം നമ്മളെ നാട്ടിലും ഉണ്ട് ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ കേട്ടോ. ഞങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട്. ഒരു ചെറിയ സ്ഥലം ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഈ സെറ്റപ്പൊക്കെ ആക്കി വെക്കും. നോക്കട്ടെ, അത് നിന്റെ വെയിറ്റ് നീ തന്നെ പൊക്കുക എന്നുള്ളതാ. പൊക്ക്. അതാ അതിൻ്റെ ഒരു സിസ്റ്റം. വെയിറ്റ് ഒട്ടുമില്ല. വേണ്ട, ഒടിഞ്ഞാണ് വീഴുമെന്നോ, എല്ലാം തുരുമ്പൊക്കെ എടുത്തിരിക്കുന്നത്. ഇതിന്ന് എന്തോ ഇതിലോട്ടുണ്ട്. ഇത് ഇവിടെ അവിടെ ഇരുന്നേടാ, അത് പറഞ്ഞു പോയതാ, ചുമ്മാതാ. വെയിറ്റ് ഇല്ലാത്ത അപ്പുറത്ത് വരുന്ന ചെയ്ത് നോക്കേ, അവിടെ നോക്കേ, വെയിറ്റ് ഉണ്ടാ? എന്തൊരു ഒച്ചയുടെ അതിന്. അതെ,
ഗ്രീസ് ഒന്നുമില്ല. എവിടെ എത്തി? അപ്പൊ നമ്മൾ തിരിച്ച് വീണ്ടും പാർക്കിന്റെ അടുത്ത് ക്രോസ് ചെയ്ത് അതുകൊണ്ട് അതെ സ്റ്റാർട്ട് ചെയ്തെടുത്ത് എത്തറേ. അതായത് ഈ ഒരു പാർക്കിന് ചുറ്റും കറങ്ങിയ ടൈം എന്നോട് ഞാൻ എൻ്റെ കൂടെ വാടാ എന്ന് ഞാൻ പറഞ്ഞു നമുക്ക് നടക്കാൻ അങ്ങോട്ട് പോവാന്ന്. അതിനവൻ പ്രതികാരം വീട്ടിയതാണോ എന്ന് അറിയത്തില്ല. ഈ പാർക്കിന് ചുറ്റും നടത്തിച്ച് ഇനി നമുക്ക് നടക്കാം. ഇനിയും നടക്കണോ? ചേട്ടൻ ഇഷ്ടമുള്ള സ്ഥലത്ത്. അയ്യോ ചുമ്മാ പറഞ്ഞേടാ പോലെ. അവിടെ വേണേലും നമുക്ക് വേണമെങ്കിൽ ചായ എവിടെയെങ്കിലും കിട്ടുമ്പോൾ ചായയോ കടിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നടക്കാം. തിന്നും കുടിച്ചും നടക്കാം. അതല്ലേ എൻ്റെ രസം. ഓക്കെ നാട്ടിലെ ഇതേ സെറ്റപ്പ് ഉണ്ട് ഈ ബസ് സ്റ്റോപ്പിലൊക്കെ പൈപ്പ്. പക്ഷെ അത് ഒരെണ്ണേ വെക്കൂ. ഈ ഒരു പൈപ്പേ വെക്കൂ. ഇവിടെ 2 പൈപ്പ് ഉണ്ട്. അതിന്റെ നടുക്ക് ഒരു ചെറിയ 2 തടിയുടെ പീസ് ഇട്ടിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അത് ഇരിക്കാനേ. ഇപ്പൊ ഞാനിപ്പോ ഒന്ന് ഇരുന്ന് കാണിക്കാം. കണ്ട നാട്ടിലാണെങ്കിൽ ഒരു പൈപ്പ് വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. അവരെന്ത് ഉദ്ദേശത്തില്ല അത് വെക്കുന്ന ആ ഒരു പൈപ്പില്ലേ? അത് ഒരു പൈപ്പ് വെക്കുന്നത് വളരെ മോശമാട്ടോ. ഈ ഒരു നമ്മളത് നല്ല MLA ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഗവൺമെന്റ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബേ ഈ സിസ്റ്റം കൊണ്ടുപോട്ടോ. നിങ്ങൾ ഒരു പൈപ്പ് എന്നുള്ളത് അതിന്റെ കൂട്ടത്തിൽ ഒരു പൈപ്പും കൂടി ഇട്ടിട്ട് നടുക്ക് ഒരു ചെറിയ 2 പീസ് വെച്ചാൽ മതി. ഒരുപാട് ചിലവൊന്നും ആവുമെന്ന് തോന്നുന്നില്ല. ഗവൺമെന്റ് എംപ്ലോയീസിന് അറിവില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം ആരെങ്കിലും. അതെ നമ്മൾ താണ്ട എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് കേട്ടാ. ഇത് ചെയ്. പിന്നെ ഇതിന്റെ അടുപ്പൊന്ന് ഇരിക്കുമ്പോ സൂക്ഷിക്കണം. ഇപ്പോഴും മാറ്റുന്നുണ്ടെന്ന് തോന്നുന്നു നാട്ടിൽ. ഇപ്പോഴേ പുതിയതൊക്കെ ഇപ്പൊ വെക്കുന്നതില് കുറച്ചുകൂടെ വീതിയുള്ളത് വെക്കുന്നുണ്ടോ ഞാൻ വരുന്നവരെ കണ്ടിട്ടില്ല. പലയിടത്തും ഞാൻ ഈ ഒരു പൈപ്പ് കണ്ടിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ ഇരിക്കാൻ സൗകര്യമുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ ഈ ഒരു പൈപ്പ് വെച്ചേക്കുന്നിടത്ത് മാത്രം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുമേ. ചാരാനുള്ള സൗകര്യം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഒന്ന് ഇരിക്കാനേ. കാലം ഇഴകുമ്പോൾ ഇരിക്കണ്ടേ. ഞങ്ങളിപ്പോൾ ഇത്രയും നടന്നിട്ട് ഈ ഒരു ഇരുത്തൊക്കെ ഒരു സുഖമുണ്ട് കിട്ടിയത്. പിന്നെ കണ്ടോ മഴ പെയ്താൽ വെള്ളം വീഴൂല. വീഴുവോ? കാറ്റടിച്ചാ വീഴും. ആ ഒരു ഇതേ ഉള്ളൂ. അജ്മാനുള്ളതാണ്. അതെ ദുബായിലാണെങ്കിൽ AC ആണ്. അതെ AC ഒന്നും വേണം നമ്മൾ പറയുന്നില്ല. അതൊക്കെ ആഡംബരമായി പോകും. അത് ഈ ചെറിയ സ്ഥലമുള്ളവർക്ക് അത് ചെയ്യാം. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ഒരുപാടുണ്ട്. അപ്പൊ ഇത്ര സെറ്റപ്പൊക്കെ ഒന്ന് ആക്കിയെടുക്കുന്നതുകൊണ്ട് വലിയ ചിലവുള്ള കാര്യമൊന്നും അല്ല. ഇതൊക്കെ ചെറിയ പൈസക്ക് നിങ്ങൾക്ക് മുക്കാനുള്ള എമൗണ്ട് അതിൽ നിന്ന് കിട്ടുമല്ലോ. എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യടേ. 6 മണിക്ക് എണീക്കുക. പിന്നെന്താ നമ്മൾ നടക്കണം. 5:30-6 മണിക്ക് എണീക്കുക, നടക്കുക, ഓടാൻ പോവുക. ഇവിടെ വന്ന് 2-3 റൗണ്ട്. ആ ശരിയാട്ടോ. ഇതിന് ചുറ്റും ഒരു 2-3 റൗണ്ട് കറങ്ങി അടിപൊളിയായിട്ട് നടന്ന് റൂമിൽ ചെന്ന് കുളിക്കുക. സെറ്റായിട്ട് ജോലിക്ക് പോയാണ്ടല്ലോ. അന്നത്തെ ജോലി ഭയങ്കര ഉന്മേഷമായി, എനർജറ്റിക് ആയിരിക്കും. എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. 5:30-6 മണിക്ക് എണീറ്റാല് ഇന്നത്തെ ദിവസം ഭയങ്കര. അതെ, അതിന് എന്ത് ചെയ്യണം? നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ നേരത്തെ ഉറങ്ങണം. 2 മണിക്ക് ഇത് 2 മണി 3 മണി വരെ ഇരുന്നിട്ട് വെളുപ്പിന് 6 മണിക്ക് 5 മണിക്ക് എണീക്കണമെന്ന് പറഞ്ഞാൽ. ഞങ്ങളെ റോഡ് ക്രോസ് ചെയ്താണ്ട് ഈ റൗണ്ട് അബൌട്ട് വന്ന് കേട്ടോ. കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയല്ലേ? നല്ല രസമുണ്ട്. ഇതൊരു റോഡിൻ്റെ റൗണ്ട് അബൌട്ടാണ്. ആഹാ എന്താ ഭംഗി. ചെടികളൊക്കെ നട്ട്. അതെ, സമയാസമയം അവർക്ക് വേണ്ട വെള്ളവും കൊടുത്താൽ. ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. രാത്രിയിലൊക്കെ ഒരു പ്രത്യേക രസമാണ് കാണാൻ. അതിനകത്തോട്ടൊക്കെ പോവാലോ അല്ലേ? ഇത് നമുക്ക് ആളുകൾക്ക് നടക്കാൻ വേണ്ടിയ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേ നടന്നു. ഇവിടെ വെറുതെ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്തുവരെ വല്ല മീനിങ്ങും ഉണ്ടോ നമുക്കറിയത്തില്ല. ഉണ്ടോ? ഇപ്പം നമുക്ക് ചുറ്റും റോഡാണ്. വാവ്, പ്രാവും പക്ഷികളും. ഇതെന്ത് രസമല്ലേ ഇതിങ്ങനെ കിടക്കുന്നതാണ്. കിടക്കാൻ തോന്നുന്നു. മെത്ത പോലെ തോന്നുന്നു. അതിൻ്റെ മേളിൽ കയറി കിടക്കാൻ തോന്നുന്നു. പച്ച മെത്ത. കുറേ പ്രാവ് കേട്ടോ. ഇപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന ഈ പ്രാവുകൾ പറക്കും. അത് കാണാൻ രസമായിരിക്കും. എടുത്താലും അവനെ കണ്ട് പ്രാവുകള്. പോട്ടെ അടിപൊളി. ഭംഗിയുണ്ട്. അവരപ്പുറത്ത് പോയിരുന്നു, അവിടെ പോയിരുന്നു. സാധനം കറങ്ങി ഞങ്ങൾ ഏകദേശം റൂമിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോകാം.
അയ്യോ, സത്യം പറഞ്ഞാലേ ഞാൻ അങ്ങനെ അങ്ങോട്ടൊക്കെ പോയിട്ടൊക്കെ എന്തൊക്കെയൊക്കെയോ പറയണമെന്ന് വെച്ചാൽ നടക്കാൻ വയ്യെന്ന് ഇപ്പം. കാലും കയ്യൊക്കെ വേദന. ഈ അനങ്ങാതിരുന്നിട്ടാ ഒരിടത്ത് തന്നെ ഇരിക്കുകയല്ലേ, വേറെ വലിയ പണിയൊന്നും ഇല്ലല്ലോ. ശരീരം അനങ്ങുന്ന കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ നടന്നപ്പോഴേ ഭയങ്കര ശരീരം കാലൊക്കെ വേദന. ഇനിയിപ്പോൾ കുറേ എന്തെങ്കിലുമൊക്കെ രാവിലെ ചെറിയ ഓട്ടോ ചാട്ടോ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം. പിന്നെ എന്താ പറയുക, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ആൻഡ് ഇത് വിയർത്തതല്ലേ, ഞാനൊന്ന് മുഖം കഴുകിയതാണ് വന്നപ്പോൾ. വിയർക്കുന്നൊന്നുമില്ല, ഇവിടെ നമ്മൾ ചൂടില്ല. ഇപ്പോൾ ചൂടില്ല, ഇന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട്. അയ്യോ, താഴോട്ട് പോകാൻ പറ്റത്തില്ല. ഓ മൈ ഗാഡ്, എന്തോ ആഴം. നീ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഹൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴേ എന്തോ ഞാൻ വീണില്ലേലും ഞാൻ തനിയെ വേണേലും അങ്ങ് വീഴും, അതാണ് അവസ്ഥ. അങ്ങനെ തോന്നും കേട്ടോ, നമ്മൾ വീഴും എന്നൊരു തോന്നൽ വരും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്ര കണ്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ ആസ്വദിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.